ഹായ് വെൽക്കം ടു ECB's ന്യൂ ട്യൂട്ടോറിയൽ. ഈ ട്യൂട്ടോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാം, മാസ്റ്റർ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം മുമ്പത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അക്കൗണ്ട്സിൽ മൊഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആയിട്ട് വരും. ഇതിൻ്റെ ഹയർ വെർഷൻസിൽ കൂടുതൽ റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ലെഡ്ജർ റിപ്പോർട്ട്. നമുക്കൊരു പാർട്ടി പേയ്മെൻറ്റ് തരാനുള്ളതും അതുപോലെ തന്നെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ലെഡ്ജർ റിപ്പോർട്ട് എടുക്കാം. അക്കൗണ്ട്സിലെ റിപ്പോർട്ട്സിൽ ലെഡ്ജർ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്രം ടു ഡേറ്റ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഏത് പാർട്ടിയുടെ ലെഡ്ജർ റിപ്പോർട്ടാണോ വേണ്ടത് ആ പാർട്ടിയെ സെലക്ട് ചെയ്യാം. എക്സാമ്പിൾ, ഒരു സപ്ലയർ എന്നുള്ളൊരു പാർട്ടി, ഈ പാർട്ടിയെ സെലക്ട് ചെയ്യുന്നു. ഈ പാർട്ടിയെ സെലക്ട് ചെയ്ത് ഷോ കൊടുക്കുന്നു. ഇപ്പോൾ നിലവിലെ ഫിൽറ്റേഴ്സ് ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ഡിഫോൾട്ട് ഫിൽറ്റർ വെച്ച് ഷോ ചെയ്യുന്നു. ഇങ്ങനെ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിയുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും അതുപോലെ തന്നെ ഫൈനൽ ബാലൻസ് എന്താണ്, അത് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ്, ആ ഫൈനൽ ബാലൻസ് ലിസ്റ്റ് ചെയ്യും. ഈ ഒരു റിപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ത്രൂ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്യാഷ് പേയ്മെൻറ്റ് വഴി, CP എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ് വഴി ഒരു എമൗണ്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു BP വഴി, അതായത് ബാങ്ക് പേയ്മെൻറ്റ് വഴി മറ്റൊരു പേയ്മെൻറ്റ് അവർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫൈനൽ ബാലൻസ് അവർക്ക് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ഫൈനലായിട്ട് അവർക്ക് ബാലൻസ് കാണിക്കും. ഇങ്ങനെയാണ് എല്ലാ ലെഡ്ജർ റിപ്പോർട്ട് എടുത്താലും കാണിക്കുന്നത്. ഇനി ഒരു ക്യാഷിൻ്റെ റിപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ലെഡ്ജർ റിപ്പോർട്ട് ഷോ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. CP ക്യാഷ് പേയ്മെൻറ്റ് 1 പ്രകാരം പേയ്മെൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് ത്രൂ പേയ്മെൻറ്റ് റിസീവായി ഡെബിറ്റ് അക്കൗണ്ടിലേക്ക്, അതുപോലെ ഡെബിറ്റായ മറ്റേ അക്കൗണ്ട് കാണാം, ക്രെഡിറ്റായ മറ്റേ അക്കൗണ്ട് കാണാം. ടോട്ടൽ ബാലൻസ് എത്രയാണോ ആ ബാലൻസ് കാണിക്കും. അക്കൗണ്ട്സ്, റിപ്പോർട്ട്സ്, ലെഡ്ജർ റിപ്പോർട്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിൽറ്റർ വരുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ ഡേ മാത്രം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ ഡേ മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ഷോ ചെയ്യണോ, അതായത് ഇന്ന് വരെയുള്ള ബാലൻസ് ഷോ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. ഇത് ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ മാത്രം ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ വരിക. ആ ടിക്ക് ചെയ്താൽ ഓപ്പണിംഗ് ബാലൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഫൈനലി വരുന്നത്. അതുപോലെ നമുക്ക് അതിൻ്റെ സമ്മറി വ്യൂ ഉണ്ട്. സമ്മറി വ്യൂ ക്ലിക്ക് ചെയ്ത് ഷോ ചെയ്താൽ അതിൻ്റെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷോ വിത്ത് ഇൻവെൻട്രി ഡീറ്റെയിൽസും കൂടി ഷോ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഷോ വിത്ത് ഇൻവെൻട്രി ഡീറ്റെയിൽസ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റിലെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലാണ് അത് കാണിക്കുക. ഷോ വിത്ത് ഇൻവെൻട്രി ഡീറ്റെയിൽസ്. അപ്പോൾ ഈ പർച്ചേസ് പ്രകാരം ഏത് ഐറ്റം ആണോ പർച്ചേസ് ചെയ്തത് ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിൽ കാണിക്കും. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, പേയ്മെൻറ്റ് റിപ്പോർട്ട്, കളക്ഷൻ റിപ്പോർട്ട് എല്ലാം പാറ്റേൺ സെയിം ആണ്. ക്യാഷ് ബുക്കിൻ്റെ ഓപ്പൺ ചെയ്യാം. അതിൽ ഓപ്ഷനിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രം ടു ഡേറ്റ് കൊടുക്കാം, ക്യാഷ് ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മന്ത് വൈസ് വ്യൂ കിട്ടും. ഇനി ഇതിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേ വൈസ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഡേറ്റിലും എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ചെയ്തു, അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ, അതുപോലെ അതിൻ്റെ ഫൈനൽ ബാലൻസ് ഏതാണ്. ഇത്രയും ഡീറ്റെയിൽസ് അക്കൗണ്ട്സ് റിപ്പോർട്ട്സിൽ ക്യാഷ് ബുക്ക് കിട്ടും. സെയിം നമുക്ക് മറ്റൊരു റിപ്പോർട്ടുള്ളത് ഡേ ബുക്ക്. സിംഗിൾ ഡേ ആണെങ്കിൽ സിംഗിൾ ഡേ സെലക്ട് ചെയ്ത് ഷോ കൊടുക്കാം. ഇനി അതെല്ലാം മൾട്ടിപ്പിൾ ഡേയ്സിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡേയിലെ ഡേ ബുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് റിപ്പോർട്ട്, കളക്ഷൻ റിപ്പോർട്ട്. നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സുകളുണ്ട്. റിപ്പോർട്ട്സിൻ്റെ എല്ലാം പാറ്റേൺ നമുക്ക് സെയിം ആണ്. ഇനി ഇതിൽ മറ്റേ ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ട് വരുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടിലെ അക്കൗണ്ട് റിസീവബിൾ ആൻഡ് പേയബിൾ.
നമുക്ക് കിട്ടാനുള്ള ബാലൻസ്, അതുപോലെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ബാലൻസ്. ഇപ്പോൾ അക്കൗണ്ട് പേയബിൾ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനുള്ള ബാലൻസ് എത്രയാണ് എന്നുള്ളത് ലിസ്റ്റിൽ കാണിക്കും. അതുപോലെ അക്കൗണ്ട് റിസീവബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പേയ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് അത് ലിസ്റ്റിൽ കാണിക്കും. ഇനി എക്സ്പെൻസ് റിപ്പോർട്ടുണ്ട്, ഇൻകം റിപ്പോർട്ട്, ഇതുപോലുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സിൽ ഗ്രൂപ്പ് ലെഡ്ജേഴ്സോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് അണ്ടറാണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെയിൽസ്മാൻ, കോസ്റ്റ് സെൻറ്റർ എന്നീ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി ഇതിൽ വരുന്ന മറ്റ് 3 ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട്സ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്. അതിൽ ഫസ്റ്റ് ട്രയൽ ബാലൻസ് ആണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആസ് ഓൺ ഡേറ്റ്, രണ്ടാമത്തത് പീരിയഡ് വൈസ്. ആസ് ഓൺ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ഒന്നും ചെയ്യാതെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേ വരെയുള്ള ട്രയൽ ബാലൻസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ മാത്രം മതിയെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം മതിയെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്ത് ഷോ കൊടുത്താൽ ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള റിപ്പോർട്ട്സ് മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ വരുന്നത്. ഇനി പീരിയഡ് വൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ മന്തിൻ്റെ മാത്രം ട്രയൽ ബാലൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ് വൈസ് എടുക്കാം. അതിൽ ഓപ്പണിംഗ് ഡെബിറ്റ്, ഓപ്പണിംഗ് ക്രെഡിറ്റ്, ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ ആ ട്രാൻസാക്ഷൻ ഡേറ്റിലെ ആ പീരിയഡിലെ ഡെബിറ്റും ക്രെഡിറ്റും അതിൻ്റെ ബാലൻസും, അതുപോലെ തന്നെ ക്ലോസിംഗ് ഡെബിറ്റ്, ക്രെഡിറ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്നീ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് സഹിതമുള്ള ട്രയൽ ബാലൻസ് നമുക്ക് എടുക്കാം. പീരിയഡ് വൈസ് ടിക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ, ടുഡേ സെലക്ട് ചെയ്താൽ ഇന്നത്തെ വരെയുള്ളത് കിട്ടും, അല്ലെങ്കിൽ ഏത് ഡേ വരെ വേണോ ആ ഡേ വരെയുള്ള റിപ്പോർട്ടായിരിക്കും ജനറേറ്റ് ആവുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്യാം. അതിൽ ഫ്രം ഡേറ്റ് കൊടുക്കുന്നു, ടു ഡേറ്റ്. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റോക്ക് വാല്യൂ. ഏത് സ്റ്റോക്ക് വാല്യൂ വെച്ചിട്ടാണ് അവിടുത്തെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വാല്യൂ സെലക്ട് ചെയ്യുക. പർച്ചേസ് പ്രൈസ് ഉണ്ട്, ആവറേജ് കോസ്റ്റ് ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആവറേജ് കോസ്റ്റ് ആണ്. ഇനി പർച്ചേസ് പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഷോ ക്ലിക്ക് ചെയ്യാം. അതിൽ എക്സ്പെൻസസും ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പോർട്ട് ജനറേറ്റ് ആവും. അതുപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ആവറേജ് കോസ്റ്റ് വേണോ പർച്ചേസ് കോസ്റ്റ് വേണോ സെലക്ട് ചെയ്യാം. ഷോ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഷോ വെർട്ടിക്കൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. നമുക്ക് വെർട്ടിക്കൽ ട്രയൽ ബാലൻസ് ഷോ ചെയ്യാൻ പറ്റും. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഫുൾ ലിസ്റ്റ് ചെയ്യും, അതിൻ്റെ ടോട്ടൽ ബാലൻസ് ഉൾപ്പെടെ. അതുപോലെ നമുക്ക് മറ്റ് റിപ്പോർട്ട്, മൾട്ടി പേയ്മെൻറ്റ് റിപ്പോർട്ടുണ്ട്, ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ് ഉണ്ട്, കളക്ഷൻ റിപ്പോർട്ട്, അങ്ങനെ എല്ലാ റിപ്പോർട്ട്സും അവൈലബിൾ ആണ്. ഇനി ട്രാൻസാക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ട്സ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസും നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ എടുക്കാം. ഒരു ക്യാഷ് പേയ്മെൻറ്റിൻ്റെ മാത്രം റിപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് മാത്രം ടിക്ക് ചെയ്ത് ഡേറ്റ് കൊടുത്ത് സെലക്ട് ചെയ്യാം. ഇനി ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, നമുക്ക് 4 ട്രാൻസാക്ഷൻസും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഈ 4 ട്രാൻസാക്ഷൻസും ഒരുമിച്ച് ടിക്ക് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ 4 ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ലിസ്റ്റ് ചെയ്യും. ഇത്രയാണ് അക്കൗണ്ട്സിലെ റിപ്പോർട്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. മറ്റ് അഡ്വാൻസ്ഡ് റിപ്പോർട്ട്സ് ഹയർ വെർഷൻസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോ മറ്റൊരു ട്യൂട്ടോറിയലിൽ ഉണ്ടാവുന്നതാണ്.